ഹലോ ഓൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ബ്ലൗസസിൽ അതുപോലെ തന്നെ കുർത്തീസിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ബുട്ടാസാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ലക്ഷ്മി കോയിൻ വന്നിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൺസ് അത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ഈ ഹോൾ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് ഒരു പേൾ ബീഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു എൻഡ് നോട്ട് ഇട്ടിട്ട് അത് ഫിനിഷ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതാ ഇവിടെ എൻഡ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഫിക്സ്ഡ് ആണ്, അത് മൂവ് ആവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ലക്ഷ്മി കോയിൻ്റെ ഉണ്ടല്ലോ അത് എന്താ പറയുക ഫുള്ളായിട്ടല്ലാതെ ജസ്റ്റ് ഹാഫ് ഇതിൽ നിന്ന് നമ്മൾ ഇതിന് പേൾ ബീഡ് നമ്മൾ ചുറ്റും അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതവിടെ അടിയിൽ നിന്ന് ത്രെഡ് വലിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓരോ ബീഡായിട്ട് ഇപ്പോൾ ഒന്നോ അല്ല രണ്ടോ ആയിട്ടോ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ബീഡിന് തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ബീഡ് ഇട്ട് കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ബീഡ്സ് ചുറ്റും ഇട്ട് കൊടുക്കുകയാണ്. ഹാഫ് ഇതിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരു ഇതും കൂടി. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ എണ്ണോട്ടൊന്നും ഇടാതെ നീഡിൽ ടേൺ ചെയ്തിട്ട് അങ്ങനെ ഗോൾഡൻ ബീഡ്സ് റൗണ്ട് ബീഡ് ഉണ്ടല്ലോ അതും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആ പേൾ ബീഡ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഗോൾഡൻ ബീഡ്സ് പോയില്ലേ, അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മൾ വൺസ് ആ പേൾ ബീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നീഡിൽ ടേൺ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻഡ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇനി നമ്മളിതിൽ സ്റ്റിച്ചസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ ഒരു ലൈനിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ബീഡിൻ്റെ താഴേക്കായിട്ട് ഒരു 3 വീറ്റ് ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡ് എന്നുള്ള രീതിയിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ആദ്യം ഞാനൊരു വീറ്റ് ബീഡ് പിന്നെ ഷുഗർ ബീഡ് ഇട്ടിട്ട് ഇതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് ഇടുക. ഓക്കെ, എൻഡ് നോട്ട് ഇടുന്നില്ല, ജസ്റ്റ് ലോക്ക് സ്റ്റിച്ച് ഇടുകയാണ്. എന്നിട്ട് അങ്ങനെ നീഡിൽ വന്നിട്ട് ടേൺ ചെയ്തിട്ട് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ ആദ്യം എവിടെയാണോ കുത്തിയെ അവിടെ ഒരു ഇതിട്ടിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അടുത്ത വീറ്റ് ബീഡും ഈ ഷുഗർ ബീഡും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് ഇടുക, എന്നിട്ട് നീഡിൽ ടേൺ ചെയ്യുക. ഇത് പ്രത്യേകം എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ എൻഡ് നോട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ടേൺ ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് എൻഡ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈനലി ഇത് കാണാൻ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് നോക്കാം. അപ്പോൾ അത് ഞാൻ നമ്മളുടെ വീറ്റ് ബീഡും പിന്നെ ഷുഗർ ബീഡും വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ നീഡിൽ കുത്തിയിട്ട് അടിയിൽ നിന്ന് ത്രെഡ് പുറത്തെടുത്തു. ഇനി നമ്മൾ ഒരു വീറ്റ് ബീഡും ഒരു റൗണ്ട് ബീഡും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അതിന് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു എൻഡ് നോട്ട് ഇട്ടിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അടിയിൽ ത്രെഡ് കട്ട് ചെയ്യുന്നു വേണ്ട, നമ്മൾ ജസ്റ്റ് എപ്പോഴും ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. എന്നിട്ട് എവിടെയാണോ നമ്മൾ ആദ്യം കുത്തിയ ആ പോയിന്റിൽ നിന്ന് തന്നെ അടുത്ത ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഒരു വീറ്റ് ബീഡും ഒരു റൗണ്ട് ബീഡും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്തു. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ഇടാതെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നോട്ട് ഇടാതെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടി ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നീഡിൽ ടേൺ ചെയ്തിട്ട് അടുത്തത് ഇടാനായിട്ട്. ഓക്കെ, ഇപ്പോൾ ഇതാക്കിയാൽ ആ ഒരു പോയിന്റിൽ നിന്ന് കുത്തിയിട്ട് ത്രെഡ് എടുക്കുക. എന്നിട്ട് ആ ഒരു ഇതിലും കൂടി നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. എൻഡ് നോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഞാൻ അവിടെ ഹാഫ് ബീഡ്, സെമി ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ ഇട്ടത് സെമി ബീഡാണ് കേട്ടോ, അതിൻ്റെ അടിയിൽ ഫ്ലാറ്റ് ആയിരിക്കുമേ. അപ്പോൾ അതിന് ചുറ്റും ഇത് കഴിയാറായിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ ഡ്രസ്സസിൻ്റെ അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ഞാൻ അവിടെ കുന്തൻ സ്റ്റോൺ ഉണ്ടല്ലോ, അത് ഞാൻ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഡ്രൈ ആവണം. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു കോർണറിൽ നിന്ന് ഞാൻ അവിടെ ത്രെഡ് എടുത്തിട്ട് ഷുഗർ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിന് നമുക്ക് മൊത്തം 3 എഡ്ജസ് ഉണ്ടല്ലോ, ആ 3 എഡ്ജസും നല്ല ഷാർപ്പായിട്ട് വരണം. ഇപ്പോൾ ഇതാ ഒരു എക്സ്ട്രാ ബീഡ് ഇട്ടിട്ട് നേരത്തെ നമ്മൾ കുത്തിയതിന് മുന്നിലായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ബീഡൊന്നും ഇടാതെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നോർമലായിട്ട് നമ്മൾ ഇങ്ങനെ ബീഡ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എഡ്ജസൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇതാ ഒന്നും കൂടി നോക്കിക്കോളൂ. ഞാൻ ഇതപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അഗെയിൻ നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക, ഒരു ബീഡും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒരു ബീഡും കൂടി എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇട്ട ബീഡിന് തൊട്ട് മുന്നിലായിട്ട് വേണം നമ്മൾ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അതിന് ബീഡൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഷുഗർ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ എഡ്ജസ് നല്ല ഷാർപ്പായിട്ട് കിട്ടും. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഞാൻ ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ഇതിൽ ഒന്ന് നീഡിൽ പഞ്ച് ചെയ്തിട്ട് ഒരു ബീഡ് ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. എൻഡ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ടൈപ്പ് ഓഫ് ഇതാണ്. ഇനി എന്താ വെച്ചാൽ നമ്മൾ താഴേക്ക് ഒരു ചെറിയൊരു വർക്കും കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ട്യൂബ് ബീഡാണ്, ആൻറ്റിക് ട്യൂബാണ് കേട്ടോ. അപ്പോൾ ഒരു ട്യൂബ് ബീഡും ഒരു ഷുഗർ ബീഡും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇട്ടു. എന്നിട്ട് തൊട്ടടുത്തായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഞാൻ ടേൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇട്ടു, ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് ഒരു ട്യൂബ് ബീഡും ഒരു ഷുഗർ ബീഡും ഇട്ട് കൊടുക്കുകയാണ്. കുത്തി എന്നിട്ട് ഒരു ആ സ്റ്റിച്ച് ഇട്ടിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച്. എന്നിട്ട് ടേൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഇതിടുക. അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, വൺസ് ഇട്ട് കഴിയുക തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് എന്നിട്ട് വേണം നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ട്യൂബ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇങ്ങനത്തെ ഒരെണ്ണം കൂടി കൊടുക്കാം. സ്റ്റിച്ച് ഇട്ടു, ഒരു ലോക്ക് സ്റ്റിച്ച്, എന്നിട്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ എൻഡ് നോട്ട് ഇട്ടിട്ട് ഞാൻ എന്താ ഫിനിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെയായിരിക്കും കാണാനുണ്ടാവുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ ഒരു ഇത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുന്തൻ സ്റ്റോണാണ് സ്റ്റിക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ ഇത് ചുറ്റും നമ്മൾ ബീഡ്സ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുറ്റും ഞാൻ ഷുഗർ ബീഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ സ്ക്വയർ വരുമ്പോൾ അതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് അങ്ങനത്തെ ഷേപ്സിൽ എഡ്ജസിൽ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുമ്പോൾ എഡ്ജസിൽ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഓക്കെ, അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് ഫാസ്റ്റായിട്ടൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ബീഡ്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതവിടെ എൻഡ് നോട്ട് ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ, ഒരു സിമ്പിൾ ഡിസൈൻ. ഓക്കെ, ഇനി നമുക്ക് വേറെ ഇതുപോലെ തന്നെ ഒരു മിറർ വന്നിട്ട് ഞാൻ എന്താ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൺസ് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ ചുറ്റും എന്താ പറയുക ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെയെന്നല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ഒരു ഡ്രസ്സിൽ ചെയ്ത് കാണിച്ചു തരാം. ഈ ബുട്ടാസ് മാത്രമായിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് ലുക്കൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം എന്താ പറയുക ഡ്രസ്സിൽ ചെയ്യുമ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇത് കഴിയാറായിട്ടുണ്ട്. ഇനി ഇതാ ഒരു ബീഡും കൂടി ഇട്ടിട്ട് നമുക്കത് എണ്ണോട്ടിട്ട് ഫിനിഷ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് വേറെ ഒരു സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ അവിടെ ഒരു വീറ്റ് ബീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പേൾ ബീഡ്. അപ്പോൾ ഇതാ വീറ്റ് ബീഡ് ഇട്ടു, തൊട്ടടുത്തായിട്ട് ഒരു പേൾ ബീഡ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച്, എന്നിട്ട് അഗെയിൻ നമ്മൾ കുത്തിയ പോയിന്റിൽ തന്നെ എടുക്കുകയാണ്. എന്നിട്ട് അഗെയിൻ ഒരു വീറ്റ് ബീഡും ഒരു പേളും. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്, പക്ഷേ നേരത്തെ എന്താ വെച്ചാൽ നമ്മളൊരു വീറ്റ് ബീഡ് ഇട്ടിട്ട് ഒരു റൗണ്ട് ബീഡ് ഇട്ടിട്ട് എണ്ണോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാണ്. ഇതിൽ നമ്മൾ എണ്ണോട്ട് ഇടുന്നില്ല, പകരം അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ടേൺ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് പിന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടിട്ടാണ് നമ്മൾ ഈ എന്താ പറയുക വീറ്റ് ബീഡും പേൾ ബീഡും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. സിമിലർ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ലോക്ക് എണ്ണോട്ട് ഇട്ട് കൊടുക്കുന്നില്ല എല്ലാത്തിനൊന്നും മാത്രം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ മിഡിലായിട്ട് ജസ്റ്റ് ഒരു ബീഡും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്താ അവിടെ ഒരു ബീഡ് ഇട്ടു, എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ എണ്ണോട്ട് ഇട്ടിട്ട് ഇത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും അത് കാണാനുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്തരം വീഡിയോസ് കൂടുതൽ കാണാനായിട്ട് എൻ്റെ ഈ ചാനലൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.